ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് കാണിക്കാൻ വന്നത്. ഒരു തമിഴ് ചാനലിൽ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. ഒരു പച്ചമാങ്ങ എടുക്കുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അഗാരയുടെ ഈ മിനി ചോപ്പറാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്കൊരു 30 തവണ വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. മുകളിലുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു കേബിളും വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ മാങ്ങ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് തന്നെ ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ 3 പച്ചമുളക് ഇതിലേക്ക് എടുക്കുന്നത്, അതും ഇതുപോലെ തന്നെ ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടുക്, ഉലുവ, വലിയ ജീരകം ഇതെല്ലാം കൂടെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കായം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവർ മസ്റ്റാർഡ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ എടുത്താലും മതി കേട്ടോ. പിന്നെ എൻ്റെ വകയായിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ആ ബോട്ടിലൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ആ പുക പോകുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കൂടെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.